بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ഇലാ ദീനിസ്സലാം വഇലാ സുബുലിസ്സലാം വഇലാ ദാരിസ്സലാം വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിസ്സലാം വസല്ലമ തസ്ലീമൻ കസീറൻ അമ്മാ ബഅദ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹദീസ് ജിബ്രീലിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മൽ ഇഹ്സാൻ എന്ന ജിബ്രീൽ അലൈഹിസ്സലാമയുടെ ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടിയായ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അവനെ കാണുന്നില്ലെങ്കിലും അവനെ കാണുന്നുണ്ടെന്ന പോലെ നാഥനെ ആരാധിക്കലാണ് ഇഹ്സാൻ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടിയാണ് വിശദീകരിച്ചത്. അടുത്തതായി കടന്നു വന്ന ചോദിക്കുന്ന ആളുടെ ചോദ്യം, യാ മുഹമ്മദ് മതസ്സാ, അല്ലയോ പ്രവാചകരെ, എപ്പോഴാണ് സാഅത്ത് അഥവാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ്? അന്ത്യനാൾ എന്നതാണ്. സാഅത്ത് എന്ന് പറഞ്ഞാൽ സമയം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് ആ സംഭവം, ആ ഖിയാമത്ത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. ഈ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ. നേരത്തെയൊക്കെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു മറുപടിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ കൊടുക്കുന്നത്. എന്താണ്? മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ. ഇതിന് ചോദിക്കപ്പെട്ടവനേക്കാൾ ചോദിച്ചവനാണ് അറിവ്. അഥവാ ചോദിച്ച ആൾക്കാണ് എന്ത് ചെയ്യുക? ചോദിക്കപ്പെട്ടവനേക്കാൾ അറിവുള്ളത്. അഥവാ ചോദിച്ചത് ജിബ്രീലാണ്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഇതുകൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല എന്നാണ്. ചോദിച്ച ആളേക്കാളും ചോദിക്കപ്പെട്ട ആളേക്കാളും ചോദിച്ച ആൾക്ക് എന്ത് ചെയ്യുക? അതിനെക്കുറിച്ച് അറിയാം, എനിക്ക് ആ കാര്യത്തിൽ പ്രത്യേകിച്ച് അറിവില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് വലിയൊരു സന്ദേശം ഈ ഹദീസിൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇന്ന് അഥവാ ഇവിടെ അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിക്കുന്ന മതപരമായ ഒരു വിഷയത്തിലുള്ള കാര്യമാണ് അള്ളാഹ് ചോദിക്കുന്നത്. മലക്ക് ജിബ്രീൽ ചോദിക്കുന്നത്, അല്ലെ നബി എപ്പോഴാണ് ഖിയാമത്ത് സംഭവിക്കുക? അതിനെക്കുറിച്ചൊരു വിവരം എനിക്ക് പറഞ്ഞതാ. ആദ്യം ചോദിച്ചതിനൊക്കെ നബി കൃത്യമായി മറുപടി കൊടുത്തു. എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം, എന്താണ് ഇഹ്സാൻ, ഒക്കെ നബി കൃത്യമായി മറുപടി കൊടുത്തു. ജിബ്രീൽ പറഞ്ഞു സദഖ്ത, നീ പറഞ്ഞത് സത്യമാണ്, ശരിയായ ഉത്തരാണ് പറഞ്ഞത്. നാലാമത്തെ ജിബ്രീൽ അലൈഹിസ്സലാമയുടെ ചോദ്യം മതസ്സാ, എപ്പോഴാണ് അന്ത്യനാള്? ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ. ചോദിച്ച ആൾ അത്ര അറിവ് ആർക്കില്ല, ചോദിക്കപ്പെട്ട എനിക്കില്ല എന്ന് പറയുന്നു. ഇവിടെ നമുക്കിതിൽ കിട്ടുന്ന പ്രധാനമായൊരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, മതപരമായൊരു വിഷയത്തിൽ അറിയാത്ത കാര്യങ്ങൾ അതെനിക്ക് അറിയില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ആധുനികമായ കാലത്ത് ഓൺലൈൻ ഫത്വകൾ, എന്തെങ്കിലും ഇപ്പോൾ ഒരു വാട്സപ്പിലോ ഗ്രൂപ്പിലൊരു വിഷയം ചർച്ച വന്നു, ഫേസ്ബുക്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഒരു വിഷയം ചർച്ചയ്ക്ക് കിട്ടു, അതിനപ്പപ്പോൾ മതപരമായ വിധികൾ നമ്മളങ്ങോട്ട് പറയുക, നമ്മളെ അഭിപ്രായങ്ങൾ ഒരിക്കലും പ്രിയപ്പെട്ടവർ പാടില്ല. ഒരിക്കലും നമ്മുടേതായ അഭിപ്രായങ്ങൾ വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നമ്മളോട് ചോദിക്കുന്നുണ്ട്, വഅൻ തഖൂലു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തിനാ പറയുന്നത്?
ഹദ ഹറാമുൻ ഹദ ഹലാലുൻ, ഇത് ഹലാലാണ്, ഇന്ന കാര്യം ഹറാമാണ്. നിങ്ങൾക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യണ്ട, നിങ്ങൾ മതത്തിൻ്റെ കാര്യത്തിൽ വിധി പറയണ്ട എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ചരിത്രത്തിൽ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു യാത്രാ സംഘം, യുദ്ധവുമായി ബന്ധപ്പെട്ടാണോ മറ്റാണോ വ്യക്തത ഓർമ്മയില്ല, എങ്കിലും ഒരു യാത്രാ സംഘത്തിൽ ഒരാൾക്ക് ജനാപത്തുകാരനായി. നല്ല ഇതുപോലെയുള്ള കടുത്ത ശൈത്യമുള്ള സമയം, നല്ല തണുപ്പുള്ള സമയം, ഇതുപോലെ തന്നെ ഇയാൾ ജനാപത്തുകാരനായി. ഇയാളുടെ തലയിൽ ഒരു മുറിവുമുണ്ട്. അതുകൊണ്ട് ജനാപത്ത് കുളിയുടെ ഫർള് കുളി ഇയാൾക്ക് കുളിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇയാൾ കൂടെയുള്ള പ്രവാചകന്റെ സഹാബിയോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്, എന്താ ചെയ്യാം? ഇയാൾ ഒറ്റടിക്ക് എന്ത് ചെയ്തു? സഹാബിയാണ്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബിയാണ്. പറഞ്ഞു, എന്ത് വന്നാലും വേണ്ടില്ല, നീ കുളിക്കന്നെ വേണം. തലയിൽ മുറിവുണ്ട്, ഇയാൾ ജനാപത്തുകാരനുമാണ്. ഇയാളുടെ ഈ സഹാബിയുടെ വാക്ക് കേട്ട് ആ ഫത്വയിൽ വിശ്വസിച്ചുകൊണ്ട് ഇയാൾ കുളിച്ചു. ഇയാൾ മരണപ്പെട്ടു എന്ന് ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നു. ഈ സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ, ആരാ നിന്നോട് അങ്ങനെ പറഞ്ഞെന്ന് ക്രൂരമായ രൂപത്തിൽ വളരെ കോപത്തോടുകൂടി പ്രവാചകൻ ഈ സ്വഹാബിയെ ഉപദേശിച്ച സംഭവം ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അഥവാ നമുക്ക് അറിവില്ലാത്ത വിഷയത്തിൽ എന്ത് ചെയ്യണ്ട, ഒരിക്കലും നമ്മൾ വിധി പറയാൻ നിൽക്കണ്ട. വേറെ സംഭവം നമ്മളൊക്കെ എത്രയോ തവണ കേട്ടതാ. 99 ആളെ കൊന്ന ഒരു വ്യക്തി, അയാൾ വന്നിട്ട് നാട്ടിൽ അത്യാവശ്യം ആരാധനാ കാര്യങ്ങളിലൊക്കെ ഒരു താല്പര്യം കാണിക്കുന്ന ഒരു ആബിദായ ആള്, എല്ലാം കാര്യങ്ങൾ അമലുകളുടെ കാര്യത്തിലെ കൃത്യത പുലർത്തുന്ന ആബിദായ ആളോട് വന്നിട്ട് ചോദിച്ചു, ഞാൻ 99 ആളെ കൊന്നിട്ടുണ്ട്, എനിക്ക് അള്ളാഹു പുറത്തു തരുമെന്ന് ചോദിച്ചു. ഇയാൾ എടുത്ത പാട് മറുപടി പറഞ്ഞു, ഏയ് നിനക്കിങ്ങനെ പുറത്ത് 99 ആളെ കൊന്ന് നിനക്ക് പുറത്തു തരേ, നീ ഈ നാട് വിട്ട് വേണം എങ്ങോട്ടേലും പോയിക്കോ. ഇയാൾ എന്ത് ചെയ്തു? ഇയാളെ കൂടി കൊന്നിട്ട് 100 സെഞ്ചുറി തയ്ച്ച്. അങ്ങനെ ഇയാൾ പോവാ. ഇയാൾ പോയിട്ട് പിന്നീട് ഇയാൾ ഒരു ആലിമിൻ്റെ അടുത്തെത്തി, ഒരു പണ്ഡിതൻ്റെ അടുത്തെത്തി. പണ്ഡിതനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയം 99 ഞാൻ കൊന്നിട്ടുള്ളായിരുന്നു, ഇങ്ങനെ ഒരു വിഷയം വന്ന് 100 ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ആലിമ് പറഞ്ഞു, എന്താ സംശയം? അള്ളാഹു നിനക്ക് പുറത്തു വന്ന കാര്യത്തിൽ എന്താ സംശയം എന്ന് പറയുകയും, ആ ഒരു സംഭവം നമുക്ക് ഇതിൽ കിട്ടുന്നൊരു പാടെന്താ? അറിവുള്ളവരാണ് കാര്യത്തിൽ എന്ത് ചെയ്യേണ്ടത്? തീരുമാനം പറയേണ്ടത്. മതപരമായ വിഷയത്തിൽ നിങ്ങൾ ആലോചിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരിക്കലും പ്രവാചകൻ ഒരു അഭിപ്രായം പറഞ്ഞു, ഈത്തപ്പഴയുടെ കൃഷിയുമായി ബന്ധപ്പെട്ട്. അത് സഹാബികൾ പ്രവാചകന്റെ വാക്കല്ലേ നിൽക്ക് ചെയ്തു. ആ തവണ കൃഷി പരാജയപ്പെട്ടു. ആ സമയത്ത് അള്ളാഹു റസൂൽ പറഞ്ഞു, എനിക്ക് അറിവുള്ള വിഷയത്തിൽ ഞാൻ പറഞ്ഞത് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ സ്വീകരിച്ചാൽ മതി. കൃഷിനെ കുറിച്ച് എനിക്കറിയില്ല, അതിൽ നിങ്ങളെ യുക്തിപരമായി നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഇപ്പോൾ ഭൗതികമായ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അഭിപ്രായം പറയാം. പക്ഷെ മതപരമായ വിഷയം വരുമ്പോൾ അത് ഇന്നത് ഹലാലാണെന്നോ ഇന്നത് ഹറാമാണെന്നോ ഇന്നത് ചെയ്യാൻ പാടില്ല എന്നോ നമ്മൾ ഒരിക്കലും വിധി പറയരുത്. അർഹരായ ആളുകളെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിനെ പറയാൻ പാടില്ല. ഈ സംഭവം തന്നെ നോക്ക്, അയാൾ ആബിദാണ്. ഒരിക്കലും ആബിദിന് ഒരു വിഷയത്തിലൊരു മസല പറയാൻ, ഒരു ഫത്വ പറയാൻ പറ്റൂല. അയാൾ ഒരു അഭിപ്രായം പറഞ്ഞു, ലാസ്റ്റ് എന്ത് ചെയ്തു, അയാളെ ജീവിതം തന്നെ പോയി, അയാൾ കൊല ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് മാത്രമല്ല, ഒരു വിഷയത്തിൽ അറിവില്ലാത്ത ആളുകളായിരിക്കും എന്ത് ചെയ്യുക, ഈ ഫത്വ പറയാൻ തിരക്കൂട്ടുക. അറിവില്ലാത്ത അത് എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് പെട്ടെന്ന് ഫത്വ പറയാൻ, അതിനൊരു ഫത്വ എന്ന് പറഞ്ഞാൽ എന്താ, മതപരമായൊരു വിധിയാണ്. നമ്മൾ ഫത്വ എന്ന് പറയുന്നത് അതിനെ നിസ്സാരമാക്കി പറയാൻ പറ്റൂല. ഫത്വ എന്ന് പറഞ്ഞാൽ മതത്തിലൊരു വിധിയാണ്. നമ്മളൊരു കാര്യത്തിലൊരു ഫത്വ പറഞ്ഞാൽ ആ കാര്യം ചെയ്തിട്ട് ഒരാൾ ഒന്നെങ്കിൽ സ്വർഗത്തിലേക്കാണ് അയാൾ പോണത്, അതല്ലെങ്കിൽ ഒരാൾ നരകത്തിലേക്കാണ് പോണത്. അപ്പം നമ്മൾ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ വളരെ ഗൗരവത്തിലായിരിക്കണം. അതുകൊണ്ടാണ് ധാരാളം സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സഹാബികളൊക്കെ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിനൊക്കെ ശേഷം എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് അറിയുന്നതാണെങ്കിൽ പോലും അവർക്ക് അതിലൊരു വിധി പറയാൻ, തീരുമാനം പറയാൻ അവർക്ക് ഒരു പേടിയായിരുന്നു അവർക്ക്. ആലോചിച്ച് നോക്കണം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ മനസ്സിൽ വിചാരിച്ച ചില സംഭവങ്ങൾ അത് മതത്തിൽ വിധിയായിട്ട് അള്ളാഹു ഇറക്കിയിട്ട സംഭവങ്ങളുണ്ട്.
ബാങ്കിൻ്റെ വിഷയത്തിലൊക്കെ അത്രയ്ക്ക് അള്ളാഹു പരിഗണിക്കപ്പെട്ട സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സഹാബികൾ പോലും എന്ത് ചെയ്തില്ല, നമുക്കുണ്ട് ചോദിക്കുമ്പോൾ ചോദ്യം കഴിയുന്നതിന് മുമ്പ് നമ്മൾക്ക് എന്ത് ചെയ്യും, ചില ആളുകൾ അതിന്നതെന്ന് ഉറപ്പാ, ഞാൻ അങ്ങനെ കണ്ടത്, ഞാൻ അങ്ങനെ പഠിച്ചു. ഒരിക്കലും നമ്മളാരിത് പറയാൻ പാടില്ല. ആലോചിച്ചോക്ക്, സഹാബികൾ ചില വിഷയങ്ങൾ വരുമ്പോൾ അവരെന്താ പറയുക, അള്ളാഹു റസൂലും ആലം, ഞങ്ങൾക്കറിയില്ല, അള്ളാഹു റസൂലും അത് അറിയുള്ളൂ. സഹാബികളെടുത്ത നിലപാടാ. ഇനി അള്ളാഹിൻ്റെ റസൂലോ, അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിച്ചു, എപ്പോഴാണ് നബിയെ സാഅത്ത്, അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക? അല്ല നബിയെ, ഈ റൂഹിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? നബിക്കറിയില്ല. നബി മിണ്ടാണ്ടിരുന്നു, മൗനം പാലിച്ചു, വെയിറ്റ് ചെയ്തു. വഹി വന്നു, വിശുദ്ധ ഖുർആൻ, യസ്അലൂനക അനിർ റൂഹ്, നബിയെ അവർ നിന്നോട് റൂഹിനെ കുറിച്ച് ചോദിക്കുന്നു. ഇതാണ് റൂഹിനെ കുറിച്ചുള്ള ഇസ്ലാമിലമായ തീരുമാനം. അള്ളാഹിൻ്റെ ആ കാര്യത്തിലെ തീരുമാനം എങ്ങനെയാണ്, അള്ളാഹു ആ കാര്യത്തിൽ ഇന്നതാ പഠിപ്പിക്കുന്നത്. ഇതാണ് മതത്തിലുള്ള കാര്യം. ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വിഷയത്തിൽ അങ്ങനെയാണ് നിലപാട് സ്വീകരിച്ചത്. ഇപ്പം ഇമാം ഷാഫി, നല്ല ഉലമാക്കളുടെ കിതാബുകൾ പരിശോധിച്ച് നോക്കും നിങ്ങൾ, അവരൊക്കെ ഒരു സ്വന്തമായ ഒരു അഭിപ്രായം എന്തെങ്കിലും, ഇപ്പോൾ ഇമാം ഷാഫി റഹ്മഹുല്ലയുടെ കിതാബുകൾ നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിന് കൗലും ജദീദും കൗലും ഖദീമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ അദ്ദേഹം ഏതെങ്കിലും വിഷയത്തിൽ സ്വന്തമായൊരു അഭിപ്രായം എഴുതി കഴിഞ്ഞാൽ അതിനെ നേരെ താഴെ എഴുതും അല്ലാഹു ആലം. അത് അവരുടെ ആ വിഷയത്തിൽ കാർക്കശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമുക്കൊന്നും അത് മതം പഠിച്ച ആളാകട്ടെ പഠിക്കാത്ത ആളുകളാകട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ഈ വാട്സപ്പ് പോലെയുള്ള ഫേസ്ബുക്ക് പോലെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ എന്തെങ്കിലും ചർച്ച വരുമ്പോഴേക്ക് ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഡൗട്ട് എന്ന് പറയും, നമ്മളങ്ങോട്ട് മതപരമായ വിധി പറയും. ഒരിക്കലും പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ആലോചിച്ച് നോക്ക്, ഇമാം മാലിക് റഹ്മത്തുള്ള, അദ്ദേഹത്തോട് ആ നാട്ടിലെ ഭരണാധികാരി 40 ചോദ്യങ്ങൾ ചോദിച്ചു. 40 ചോദ്യം ചോദിച്ചു. അതിൽ 5 എണ്ണത്തിനോ 4 എണ്ണത്തിനോ അദ്ദേഹം എന്ത് ചെയ്ത് ഉത്തരം പറഞ്ഞത്. ബാക്കി മുഴുവൻ ലാതിരി, എനിക്കറിയില്ല. അവരൊക്കെ സാത്വികരായ പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാട്. അപ്പം നമ്മൾ ആലോചിക്കും, എങ്ങനെയപ്പോൾ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ എന്നോടൊരു വിഷയം ചോദിക്കുമ്പോൾ, ഒരു വിഷയം എന്താണ് മൂലം ഇന്നതിൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല. അപ്പം ഞാൻ ആലോചിക്കുക, എങ്ങനെയപ്പോൾ ആളുകളോട് അറിയില്ല എന്ന് പറയാ? ഈ ഒരിക്കലും ഇല്ല, അതെനിക്കറിയില്ല, അള്ളാഹു റസൂലു ആലം, അള്ളാഹു ആലം, എനിക്കറിയില്ല എന്ന് പറയാൻ ഒരിക്കലും എന്ത് ചെയ്യരുത്. നമ്മൾ ആരും ആ വിഷയത്തിൽ ഒരു ലജ്ജയും കാണിക്കാൻ പാടില്ല. അറിയുന്നവർ പറയട്ടെ, അറിയാത്തവർ അറിയില്ല എന്ന് തന്നെ പറയട്ടെ. നമ്മൾ ഏത് ചെറിയ വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്ക്. നേരത്തെ ഞാൻ പറഞ്ഞ സംഭവം, ആ ജനാപത്തുകാരനായി തലയിൽ മുറിയുള്ള ആൾ കുളിക്കണമെന്ന് പറഞ്ഞു, കുളിച്ചു, അയാൾ മരണപ്പെട്ടു. അതിൻ്റെ ഗൗരവം എത്രയാ? അപ്പം നമ്മൾ ഒരിക്കലും മതപരമായൊരു വിഷയത്തിൽ നമുക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ഒരു വിധി പറയരുത്. ഒന്നെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചിട്ട് പറഞ്ഞു തരാമെന്ന് പറയാം, അല്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക. അതിനപ്പുറത്തേക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ട് അത്തരത്തിലൊരു വിധി പറയുന്ന, അത്തരത്തിലൊരു മതപരമായ ഫത്വ പറയുന്ന നിലപാട് നമ്മൾ ഒരിക്കലും സ്വീകരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ വരെ പറയാം, എനിക്കറിയില്ല ജിബീരിലെ, എന്നെക്കാൾ നിങ്ങൾക്കുള്ളത് അറിയാം. യൗമുൽ ഖിയാമയെ കുറിച്ച് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടിയാണ്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മാത്രമല്ല, ഇത് പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ പ്രവാചകൻ മൽ മസ്ഊലു അൻഹാ ബിഅലം മിനസ്സായി, അത് ചോദിച്ച ആളെക്കാളും ചോദിക്കപ്പെട്ട ചോദിച്ചവനേക്കാളും ചോദിക്കപ്പെട്ടവന് ആ ഒരു പ്രവാചകൻ്റെ മറുപടി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനോട് പറയാണ്, വ സഉഖ്ബിറുക അൻ അശറാത്തിഹ, അതിൻ്റെ സമയത്തെക്കുറിച്ച്, ആ സന്ദർഭത്തെക്കുറിച്ച് എനിക്കറിയില്ല, പക്ഷേ അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച്, അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. അതെനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പറയുകയാണ്. അഥവാ ഖിയാമത്തിൻ്റെ അടയാളങ്ങൾ. ഖിയാമത്തിൻ്റെ അടയാളങ്ങളാണ് അവിടെ പ്രവാചകൻ വിശദീകരിക്കുന്നത്. 2 അടയാളങ്ങൾ ഇതിൽ പറയുന്നു. അഥവാ ഖിയാമത്തിന് വലുതും ചെറുതുമായ അശറാത്തുൽ സുറയും അശറാത്തുൽ കുബ്രയുമുണ്ട്. വലിയ അടയാളങ്ങളും ചെറിയ അടയാളങ്ങളും. ഇന്ന് ഇപ്പോൾ കഴിഞ്ഞൊരു 2010, 2011 സമയത്തൊക്കെ ലോകത്ത് മുഴുവൻ 2012 ലോകം അവസാനിക്കുന്ന വലിയ പ്രചരണവും പിന്നെ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു ഫിലിം വരെ ഇറങ്ങിയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരിക്കലും അങ്ങനെ നമുക്ക് ആർക്കും അത് പറയാൻ പറ്റൂല.
പക്ഷേ ഇന്ന സമയത്ത് അത് സംഭവിക്കാം സാധ്യതയുണ്ട്. എങ്ങനെയാ? അതിനുള്ള അടയാളങ്ങൾ, ചെറുതും വലുതുമായ അടയാളങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായ രൂപത്തിൽ നമ്മൾ പഠിപ്പിച്ചു പോയി. അതാണ് എൻ്റെ രസം. ഇന്ന് ആ ഖിയാമത്തിലേക്ക് അടുക്കുന്ന ചെറിയ അടയാളങ്ങൾ ഓരോന്നായിട്ട് പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അശറാത്തു സാഅയുടെ ഏറ്റവും ചെറിയ അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളമായിട്ട് പണ്ഡിതന്മാർ എണ്ണി പറയുന്ന കാര്യം എന്താ അറിയോ? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത്. അവിടെ നിന്ന് അങ്ങോട്ട് ആരംഭിക്കുകയാണ് എന്ത്? ഖിയാമത്തിൻ്റെ ചെറിയ അടയാളങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ആരംഭിക്കുകയാണ്. ബാസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞാൽ മൗത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഗ്യാപ്പ്, ആ 23 വർഷത്തെ ഗ്യാപ്പിലൂടെ ഒന്നുകൂടി ഖിയാമത്തിലേക്ക് അടുത്തു. ബൈത്തുൽ മുഖദ്ദസിൻ്റെ വിജയം. ഇങ്ങനെ ഓരോന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വെച്ച് തന്നെ ജമൽ യുദ്ധം, സിഫീൻ യുദ്ധം, ഇതൊക്കെ എന്ത് ചെയ്യാണ്? ഖിയാമത്തിൻ്റെ അടയാളമായിട്ട് പ്രവാചകൻ്റെ ഹദീസ് വെച്ചിട്ട് തന്നെ പഠിപ്പിക്കുകയാണ്. ഇനി മാത്രമല്ല, ഇന്ന് നമ്മുടെ നാടുകളിൽ, ലോകത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും വളരെ വ്യക്തമായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതനുസരിച്ച് ഖിയാമത്തിൻ്റെ അടയാളങ്ങളാണ്. ഒരു 10-15 വർഷം അല്ലെങ്കിൽ 10-20 വർഷം മുമ്പ് ആലോചിച്ച് നോക്കി, ഒരു കൊലപാതക വാർത്ത കേൾക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ അത്ഭുതമായിരുന്നു. പക്ഷെ ഇന്നെന്താ? ഒരു ദിവസത്തെ പേപ്പർ തുറന്നാൽ അതിൽ തന്നെ 15-20 കൊലപാതക വാർത്തയാണ്. ഒരു ഓഫീസിലേക്ക് നേരിട്ട് കയറി ചെന്ന് ഒരു ഭർത്താവും ഭാര്യയും 10-20 ആളുകളെ വെടിവെക്കുക. സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ തോക്കും കൊണ്ടുവന്നിട്ട് സഹപാഠികളെ വെടിവെച്ചു കൊല്ലുക. കൊലപാതകം എന്നുള്ളത് ഒരു വിഷയമല്ലാതെ മാറി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സംബന്ധിച്ച് പഠിപ്പിച്ച എന്താണ്? അന്ത്യനാളിനോട് അടുക്കുമ്പോൾ കൊലപാതകം കൂടും, വ്യഭിചാരം കൂടും, പലിശ കൂടും. മാത്രമല്ല കാലം അടുത്തടുത്ത് വരും. എങ്ങനെ കാലം അടുത്തടുത്ത് വരിക? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സംബന്ധിച്ച് ഒരു വർഷം എന്നുള്ളത് ഒരു മാസത്തെ പോലെ തോന്നും, ഒരു മാസം എന്നുള്ളത് ഒരു ദിവസത്തെ പോലെ തോന്നും. ഇങ്ങനെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എണ്ണി പറയാം. നമുക്ക് എപ്പോഴും ഒരു ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്, എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോകുന്നത്, എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ പോകുന്നത്. ഇതെല്ലാം ഈ യൗമുൽ ഖിയാമയുടെ ചെറിയ അടയാളങ്ങളായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അതിൻ്റെ കുബ്ര, വലിയ അടയാളങ്ങൾ, അത് അതിൻ്റെ അവസാന ഘട്ടത്തിൽ സംഭവിക്കുന്നതാണ്. ഖിയാമത്തിനോട് ഏറ്റവും അടുക്കുന്ന സമയത്ത് സംഭവിക്കുന്നതാണ് അശറാത്തു സാഅത്തുൽ കുബ്ര, വലിയ അടയാളങ്ങൾ. അവിടെയാണ് ഇമാം മഹദിയുടെ രംഗപ്രവേശനം, അതുപോലെ തന്നെ മസീഹ് ദജ്ജാലിൻ്റെ ആഗമനം, പിന്നീട് ഈസാ നബി അലൈഹിസ്സലാമയുടെ വരവ്, യഅജൂജ് മഅജൂജ്, ഇങ്ങനെ ആ വലിയ അപകടങ്ങൾ, ദാബത്തുൽ അർദിൻ്റെ പുറപ്പെടൽ, ഇങ്ങനെ ഓരോ സംഭവങ്ങൾ അതിൻ്റെ അവസാനത്തെ അടയാളങ്ങളായിട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമുക്ക് കാണാം. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് എന്ത്? സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിക്കുന്ന സംഭവങ്ങളൊക്കെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഖിയാമത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച്, അതിൻ്റെ സമയത്തെക്കുറിച്ച് എനിക്കറിയില്ല, പക്ഷേ ഞാൻ എന്ത് ചെയ്യാം, അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് ജിബ്രീലെ പറഞ്ഞു തരാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഞാൻ എന്ത് ചെയ്യുക, അതിൻ്റെ സമയത്തെക്കുറിച്ച് എനിക്കറിയില്ല, അടയാളങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ചില സംഭവങ്ങളുണ്ട്. എന്താണ്? ഇദാ വലദത്തിൽ അമതു റബ്ബഹ, അഥവാ അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുക. അതാണ് അതിന് പണ്ഡിതന്മാർ നൽകിയ അർത്ഥം. അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുക. ഈ ഒരു വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ പല പണ്ഡിതന്മാരും അതിൽ അഭിപ്രായം, ഖത്താബിയെ പോലെയുള്ള, അതുപോലെ തന്നെ ധാരാളം ഇമാം നവവിയെ പോലെയുള്ള ആളുകളൊക്കെ ആ ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രബലമായ ചില അഭിപ്രായങ്ങൾ, ഒന്ന് മാതാവിന് വില ഇല്ലാണ്ടാവും. അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുക അതിൻ്റെ ഒറ്റ മീനിങ് ആണെങ്കിലും അതിന് പല അഭിപ്രായങ്ങളുണ്ട്. ഒന്ന് മാതാവിന് ഒരു അടിമയുടെ വിലയായിത്തീരും. അഥവാ ഭാര്യയ്ക്ക് സ്ഥാനം കൊടുത്ത്, ഭാര്യയ്ക്ക് കൂടുതൽ സ്ഥാനം കൊടുക്കുകയും
ഉമ്മക്ക് സ്ഥാനമില്ലാതാവുകയും ഉമ്മക്ക് ഒരു അടിമയുടെ സ്ഥാനത്തിലേക്ക് ഉമ്മ താഴ്ന്നു പോകുന്ന താഴ്ത്തപ്പെടുന്ന സാഹചര്യങ്ങൾ വരുമെന്ന് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒന്നാമത്തെ ഒരു അടയാളം. ഒന്നാമത്തല്ല, ഈ ഹദീസിൽ പറയുന്ന ഒരു അടയാളം. പിന്നീട് രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വഇദാ തതാവല റുആത്തുൽ ഇബിലിൽ ബഹം ഫിൽ ബുൻയാൻ. എന്താണ് പ്രവാചകൻ പറയുന്നത്? വഇദാ തതാവല റുആത്തുൽ ഇബിൽ, ഒട്ടകങ്ങളെ മേയ്ക്കുന്ന, എങ്ങനത്തെ ഒട്ടകം? കറുത്ത ഒട്ടകങ്ങളെ മേയ്ക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? വലിയ വലിയ കെട്ടിടങ്ങളെക്കുറിച്ച് പെരുമ നടിക്കും, അഭിമാനം നടിക്കും. അങ്ങനത്തെ ഒരു കാലം വരും. അപ്പം എന്ത് ചെയ്യും? അതും ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അഥവാ കറുത്ത ഒട്ടകം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. നമ്മൾ ഇപ്പോൾ വാഹനത്തിന് നമുക്ക് എന്തുണ്ട്? ഒരു ശ്രേണി ഉണ്ട് അല്ലേ? എന്നത് അപ്പോൾ ബെൻസ്, ലെക്സസ്, ഓഡി, ഇതൊക്കെ വാഹനത്തിൽ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള, എന്നാൽ താഴെ ലെവലുള്ള, അതേപോലെ തന്നെ അറബികൾക്കിടയിൽ ഏറ്റവും ലോ ലെവലിലുള്ള വാഹനമായ ഒട്ടകമാണ് കറുത്ത ഒട്ടകം. ചുമന്ന ഒട്ടകമാണ് ഒന്നാം സ്ഥാനം എല്ലാത്തിനും. അല്ലേ, ജുമക്ക് നേരത്തെ എത്തിയാൽ ഒന്നാമത് എത്തുന്നാൾക്ക് എന്താ? ഒരു ചുമന്ന ഒട്ടകത്തെ അറുത്ത കൂലിയാണ്. അതാണ്. അപ്പോൾ കുറേ സംഭവങ്ങളിലുള്ളത് ഒരു കൂലി പറയുമ്പോൾ ഒരു ചുമന്ന ഒട്ടകത്തിൻ്റെ കൂലിയാണ്. അതുപോലെ തന്നെ ജാഹിലിയ കാലഘട്ടത്തിലും ഒക്കെ എന്തെങ്കിലും മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ചാൽ അതിന് പ്രൈസ് നൽകുന്ന എന്താ? ചുമന്ന ഒട്ടകമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല എടുത്തുകൊണ്ടുവരുന്നവർക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചിട്ട് പ്രവാചകൻ്റെ തലയുമായി വരുന്നവർക്ക് അന്ന് ജാഹിലിയ കാലത്ത് പ്രഖ്യാപിച്ചത് 100 ചുമന്ന ഒട്ടകയായിരുന്നു. ആ 100 ചുമന്ന ഒട്ടകം കരസ്ഥമാക്കാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് ആര്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പോൾ അത് ചുമന്ന ഒട്ടകം. ഇവിടെ പറയുന്ന ചുമന്ന ഒട്ടകത്തെ കുറിച്ചല്ല. ചുമന്ന ഒട്ടകം അത് ഒരു സമ്പത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ്. എന്നാൽ പാവപ്പെട്ടവർ ഉപയോഗിക്കുന്ന, പാവപ്പെട്ടവർ മേയിച്ചുകൊണ്ട് അടുക്കുന്നതാണ് എന്ത്? കറുത്ത ഒട്ടകം. അപ്പോൾ സാമ്പത്തികമായി പുറകിലുള്ള ആളുകൾ. അങ്ങനെ കറുത്ത ഒട്ടകങ്ങളെ ഇപ്പം നമ്മൾ ഇവിടെ തന്നെ ഇപ്പോൾ സൗദിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ കാണാം. കറുത്ത ഒട്ടക കൂട്ടങ്ങളാണ് എന്ത് ചെയ്യുക? നമുക്ക് ധാരാളം കാണാൻ കഴിയുന്നത്, മരുഭൂമിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ കറുത്ത ഒട്ടക കൂട്ടങ്ങളെ മേയിച്ച് നടക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? ഓരോ ബിൽഡിങ്ങുകളൊക്കെ ചൂണ്ടിയിട്ടാൽ നമ്മളെ ബിൽഡിങ്ങാണെന്ന് പറയുന്ന അവസ്ഥ വരും. അഥവാ അതിന് ഈ വാചകത്തെയും വിശദീകരിച്ചുകൊണ്ട് പറയുന്ന അറേബ്യൻ നാടുകൾ വികസിക്കും, സമ്പത്ത് ധാരാളമായി കവിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിന്ന് വളരെ വ്യക്തമായിട്ട് കാണാം അല്ലേ? ദുബായ് പോലെയുള്ള ബുർജ് ഖലീഫ വലിയ വലിയ നിലകളുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനെ കിടപിടിക്കാൻ, അപ്പോൾ ബുർജ് ഖലീഫ ദുബായ് ഉണ്ടാക്കി, അപ്പോൾ മറ്റൊരു അറേബ്യൻ രാഷ്ട്രം അതിനേക്കാൾ വലുത് നമുക്കുണ്ടാകണമല്ലോ എന്ന രൂപത്തിൽ അതിനെ കിടപിടിക്കാൻ മറ്റൊരു ബിൽഡിംഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ നിലക്ക് അറേബ്യയുടെ സാമ്പത്തികമായ വളർച്ചയെക്കുറിച്ചെന്ന അഭിപ്രായമുണ്ട്. മാത്രമല്ല, മറ്റൊരു വിശദീകരണം പണ്ഡിതന്മാർ ഈ വാചകത്തിന് നൽകിയിട്ടുള്ളത്, പണമൊഴുകും, പണത്തിന് വില ഉണ്ടാകൂല, വലിയ വലിയ ബിൽഡിങ്ങുകൾ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ അടുത്തൊരു സുഹൃത്തിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിപ്പോൾ കേരളത്തിൽ ഒരു പ്രദേശത്ത് ഉണ്ടാക്കിയപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ കിച്ചൺ എത്ര അറിയോ? 2500 സ്ക്വയർ ഫീറ്റ്. കേരളത്തിൽ ഒരു ജില്ലയിൽ ഒരു പ്രദേശത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വീടിൻ്റെ കിച്ചൺ മാത്രം 2500 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഈ രൂപത്തിൽ വലിയ വലിയ ബിൽഡിങ്ങുകളും ആഡംബര ഭവനങ്ങളും സംവിധാനങ്ങളും വ്യാപിക്കും. യാതൊരു സംശയമില്ല, അതിൻ്റെ പ്രത്യക്ഷമായ പ്രവാചകൻ പറഞ്ഞ അടയാളങ്ങൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് പറഞ്ഞത്, ഇദാ തതാവല റുആത്തുൽ ഇബിലിൽ ബഹും ഫിൽ ബുൻയാൻ. കറുത്ത ഒട്ടകങ്ങൾ മേയ്ക്കുന്ന ആളുകൾ വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ പേരിൽ മേനി നടിച്ചുകൊണ്ടിരിക്കും, അഭിമാനം നടിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും ഇത് തന്നെയാണ്. അത് ഖിയാമത്തിൻ്റെ അടയാളമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. വീണ്ടും പ്രവാചകൻ പറയുന്നു, ഫി ഖംസിൻ ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹ്. പിന്നെ ഒരു 5 കാര്യമുണ്ട്, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുമ്മ തലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സഅ എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്തു എന്നാണ് ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അഥവാ ഇൽമുസാഅത്തിൻ്റെ വിഷയം അതെന്തില്ല, നമുക്കറിയില്ല. അത് അള്ളാഹുവിന് മാത്രമേ
അറിയുകയുള്ളൂ എന്ന് അർത്ഥമുള്ള വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ലുഖ്മാനിലെ ആയത്ത്, സൂറത്തുൽ അറാഫിലെ ആയത്ത്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഇന്നല്ലാഹ ഇൽമുസ്സഅ, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സഅ, അള്ളാഹിൻ്റെ അടുക്കലാണ് എന്ത്? സാഅത്തിന്റെ, അന്ത്യനാളിൻ്റെ സമയം എന്ന് പറയുന്ന ഭാഗം. യസ്അലൂനക അനിസ്സാഅ അയ്യാന മുർസാഹ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി. അവർ നിന്നോട് ഖിയാമത്തിന്റെ സമയത്തെക്കുറിച്ച് ചോദിക്കും. നബിയെ, എന്താ നീ മറുപടി കൊടുക്കേണ്ടത്? ഖുൽ, നബിയെ പറയുക, ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, അതിൻ്റെ വിവരം എൻ്റെ അടുത്തില്ല. ആ വിവരമുള്ളത് ആരുടെ അടുത്താ? അത് അള്ളാഹുവിൻ്റെ അടുത്താണെന്ന് നബിയെ അങ്ങ് മറുപടി പറയണമെന്നും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതേ കാര്യങ്ങൾ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ 79-ാമത്തെ അധ്യായം സൂറത്തു നാസിആത്തിൻ്റെ 42 മുതൽ 45 വരെയുള്ള വചനങ്ങളിൽ, 7-ാം അധ്യായം സൂറത്തുൽ അറാഫിൻ്റെ 187-ാം വചനത്തിൽ, അതുപോലെ തന്നെ 16-ാം അധ്യായം സൂറത്ത് നഹലിൻ്റെ 77-ാം വചനത്തിൽ, 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദിൻ്റെ 18-ാം വചനത്തിലൊക്കെ ഈ ഒരു ഭാഗം, അഥവാ ഈ സാഅത്തിൻ്റെ, ഖിയാമത്തിൻ്റെ സമയത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ അള്ളാഹിൻ്റെ ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് ഖല ഇൽമുഹ ഇൻദ റബ്ബി എന്ന് പറയുന്ന ഭാഗവും ആ രൂപത്തിലുള്ള മറുപടികളും നമുക്ക് എന്ത് ചെയ്യാം? വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അവിടെ ആ ആയത്ത് ഓതിക്കൊണ്ട് പറയുന്നത്. പിന്നീട് സംഭവിക്കുന്നത് സുമ്മ അദ്ബറ, പിന്നീട് എന്ത് ചെയ്തു? ഈ വന്ന ആള് തിരിഞ്ഞുപോയി. ഫഖാല റുദ്ദു, ആ സമയത്ത് തിരിഞ്ഞു പോയ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അയാളെ തിരിച്ചു വിളിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ എണീറ്റ് നിന്ന് ബാക്കിൽ പോയി നോക്കുമ്പോൾ അയാളെ കാണാനില്ല. അപ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ ഫലം യറൗ ഷൈഅ, അതാണ് ഞങ്ങളൊന്നും കാണുന്നില്ലല്ലോ, അവിടെ ആരും കാണുന്നില്ലല്ലോ. അപ്പം ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഖാല ഹാദാ ജിബ്രീൽ ജാഅ യുഅല്ലിമുന്നാസ ദീനഹും. ഈ വന്നു പോയതാരാ? ജിബ്രീലാണ്. എന്തിനാ വന്നത്? നിങ്ങൾക്ക് യുഅല്ലിമുക്കും ദീനക്കും, പല റിപ്പോർട്ടുകളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ പറയുന്നത് ഹാദാ ജിബ്രീലുൻ ജാഅ യുഅല്ലിമുന്നാസ, ജനങ്ങളെ അവരെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ജിബ്രീൽ എന്ന നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നുള്ളതും ഈ ഹദീസിലൂടെ വ്യക്തമാകും. അഥവാ നമ്മൾ ഈ ഹദീസ് ജിബ്രീൽ എന്ന നിലക്ക് പഠിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് ആദ്യം മനസ്സിലായി ആരാ വന്നത്, എന്താ ചോദിച്ചതെന്നൊക്കെ. പക്ഷേ സ്വഹാബികൾ ഇരിക്കുന്ന സദസ്സിൽ, പ്രവാചകന്റെ സദസ്സിലേക്ക് ഒരു അപരിചിതനായ, ആർക്കും അറിയാത്ത ഒരാൾ വന്നു. നിങ്ങൾക്കറിയാം, ഈ ഹദീസിൻ്റെ 1-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ഭാഗം വിശദീകരിച്ചാണ്. നല്ല തൂവെള്ള വസ്ത്രധാരിയായ, കറുത്ത മുടി, ഈ ഒരു യാത്രയുടെ യാതൊരു ലക്ഷണവും ഇല്ലാത്ത ആളെ വന്നിട്ട് പ്രവാചകന്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന, പ്രവാചകന്റെ കാലിന് മുട്ടിനോട് ചേർന്നിരുന്നിട്ട് ചോദിക്കാണ്, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, അഖ്ബിർനി അനിൽ ഈമാൻ, മത്തസ്സാഅ മൽ ഇഹ്സാൻ. അപ്പം ഇതൊന്നും സഹാബികൾക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, പ്രവാചകൻ മറുപടി പറയുന്നു. ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് അറിയില്ല എന്ന് പറയുന്നു, അതിൻ്റെ അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല, ഉത്തരം കൊടുത്താലൊക്കെ ഇയാൾ എന്ത് ചെയ്യും? ആ പറഞ്ഞത് സത്യമാണെന്ന് നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇയാൾ പെട്ടെന്ന് തിരിച്ചുപോയി. എന്നിട്ട് അവിടെ ആളുണ്ടോ പോയി നോക്കാൻ പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആളെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നബി പറയണത്, അത് വന്നത് ഈ വർത്താനൊക്കെ പറഞ്ഞു പോയത് ആരായിരുന്നു? ജിബ്രീൽ അലൈഹിസ്സലാം. എന്തിനാ വന്നത്? നിങ്ങളെ ദീന് പഠിപ്പിക്കാൻ വന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോഴാണ് അവർ അറിയണത് ഈ വന്നത് ജിബ്രീലായിരുന്നു. അഥവാ അത്രയും സുന്ദരമായ ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഈ സന്ദർഭത്തിൽ വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ നമ്മൾ വളരെയധികം പഠനത്തിന് വിധേയമാക്കേണ്ടതും അതുപോലെ തന്നെ ഈ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടതുമായ പ്രധാനപ്പെട്ടൊരു ഹദീസാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ പഠിച്ച കാര്യങ്ങൾ, ഈമാൻ എന്താണ് നമുക്കറിയാം, ഈമാൻ കാര്യം ഇസ്ലാം കാര്യം നമുക്കറിയില്ല. പക്ഷെ അതിൻ്റെ നമ്മൾ ആ വിശദീകരിച്ച രൂപത്തിൽ, ഇതുവരെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ രൂപത്തിലായിരിക്കണം ഇനി അവയെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അതുപോലെ തന്നെ ഇഹ്സാനും ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിക്കാനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ ഓരോരുത്തരും പ്രത്യേകം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ഈ പഠിച്ചത്, നമ്മൾ മനസ്സിലാക്കിയത് ജീവിതത്തിൽ പകർത്താനും ആ രൂപത്തിൽ അത് ഉപയോഗപ്രദമായ ഒരു ഇൽമാക്കി മാറ്റുവാനുമുള്ള തൗഫീഖ് നാം ഏവർക്കും
നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.